ഹലോ ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സി ദ വേൾഡ് വിത്ത് സലിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള ജിഞ്ചർ മ്യൂസിയം ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മളുടെ കുറച്ച് വീഡിയോകൾ ഇനി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയും അതിന് ചുറ്റുവട്ടത്തുമുള്ള കുറേ അട്രാക്ഷൻസ്, അതൊക്കെയാണ് നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇതുപോലുള്ള ഹോട്ടലുകൾ വരാം, റിസോർട്ട്സ് വരാം, ഹോം സ്റ്റേകൾ വരാം, റെസ്റ്റോറൻറ്റ്സ് വരാം, പുതിയ പുതിയ വാക്കിംഗ് സ്ട്രീറ്റുകൾ കൊച്ചിയിൽ വരുന്നുണ്ട്, അതെല്ലാം കാണിക്കാം. അതുകൂടാണ്ട് പുതിയ പുതിയ റൂട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ജിഞ്ചർ മ്യൂസിയം ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമൽ ഒരു ആൻറ്റിക് മെറ്റീരിയൽസാണ് ഇവിടെ ഉള്ളത്. എന്നാൽ പോലും ഒരു ആൻറ്റിക് ഷോപ്പുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ അല്ല ഇവരുടെ ഓരോ സാധനങ്ങൾ ഇവരിവിടെ വെച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ പല സാധനങ്ങളും അവർ ഒരു ഹോട്ടൽ കം മ്യൂസിയം എന്ന രീതിയിലാണ് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ ഓണർ അദ്ദേഹം നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോടെല്ലാം ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നേരെ നമുക്ക് ജിഞ്ചർ മ്യൂസിയം ഹോട്ടലിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് ജിഞ്ചർ മ്യൂസിയം ഹോട്ടലിൻ്റെ ഓണറായ NB മജ്നു, അദ്ദേഹം നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ആൻറ്റിക് വസ്തുക്കളുടെ എല്ലാം ഡീറ്റെയിൽസ് ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മളോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. വെൽക്കം സാർ, വെൽക്കം ടു മൈ ചാനൽ. ഹലോ സാർ. സാർ, നമ്മൾ കേരളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാറിന് ഈ ഒരു ഹോട്ടലിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സാറ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുകയാണ്. എല്ലാവരും പറയും പല ഡ്രീം ഉണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ ഡ്രീമാണോ അതോ എല്ലാം വെറുതെ സംഭവിച്ചതാണോ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ജീവിച്ചു പോകുക എന്നുള്ളതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡായി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അങ്ങനെ ടൂറിസ്റ്റ് ഗൈഡായിട്ടായിരുന്നു 13 വർഷം ഞാൻ വർക്ക് ചെയ്തു. എന്നെ സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുക. പക്ഷേ മെയിനായിട്ട് ഞാൻ കൊച്ചിയിലും കേരളത്തിലും മാത്രമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും, അത് ടൂറിസം ഫീൽഡ് എപ്പോഴും ഒരു സീസണലാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കൂടി ബാക്കിയുള്ള സമയത്ത് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ ടൂറിസത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബിസിനസ്സായി ആൻറ്റിക്സിനെ ഞാൻ കാണുകയാണ്. കാരണം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി അതിൽ നല്ലൊരു ബിസിനസ്സാണെന്നും അതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടെന്നും ഒക്കെ ഞാൻ ഗൈഡായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ മട്ടാഞ്ചേരിയിൽ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ ഒരു ചെറിയ 300 സ്ക്വയർ ഫീറ്റിലൊരു സ്ഥലം എനിക്ക് വാടകയ്ക്ക് കിട്ടി. അങ്ങനെ ഇവിടെ ഒരു 300 സ്ക്വയർ ഫീറ്റിലൊരു സ്ഥലം എനിക്ക് കിട്ടുകയും അതിലൂടെ ഞാൻ ഈ ബിസിനസ് പതിയെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഈ ഷോപ്പ് തുടങ്ങുമ്പോഴും ഞാൻ ഗൈഡായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ടൂറിസ്റ്റുകളെ എൻ്റെ ഷോപ്പിൽ തന്നെ ഞാൻ കയറ്റുകയും അതിൽ നിന്ന് ചെറിയ ബിസിനസ് കിട്ടുകയും അങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് അങ്ങ് ചെറുതായിട്ട് വളർന്നു. അതൊരു ആൻറ്റിക് ഷോപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഓരോ വർഷം കഴിയുന്തോറും എൻ്റെ സ്ഥാപനം ചെറുതായി വലുതായി വന്നു. തൊട്ടടുത്തുള്ള ഓരോ സ്ഥലങ്ങളും എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പ്രോംപ്റ്റ് ലൊക്കേഷനിൽ ഈ കറക്റ്റ് സ്ഥലത്ത് എനിക്ക് ഈ ഒരു സ്ഥലം എനിക്ക് കിട്ടി. അതൊരു ജിഞ്ചർ വെയർ ഹൗസ് ആയിരുന്നു. ഞാൻ ഗൈഡായിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ചുക്ക് ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് അതെന്താണ് അതിൻ്റെ റീസൺ, അതിൻ്റെ കാര്യങ്ങൾ, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്നൊക്കെ ഞാനിവിടെ വന്ന് വിവരിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ഗൈഡ്.
അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ സ്ഥലം എൻ്റെ സ്വന്തമായിട്ട് കിട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം. അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഷോപ്പ് തുടങ്ങിയതിന് 89 ഞാൻ ആൻറ്റിക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം എനിക്ക് സ്വന്തമായിട്ട് കിട്ടി. അപ്പോഴേക്കും എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പൊതുവെ എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, ഇവിടുത്തെ ടൂറിസ്റ്റുകളായിട്ട് നടന്നപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടൂറിസ്റ്റുകൾ അനുഭവപ്പെടുന്നത് അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ടോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും ഈ ടൂറിസം പ്ലേസുകളിലൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് കാരണം ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഒരു മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഈ സ്ഥലം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയൊരു കോഫി ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റി. പിന്നെ അതിനുശേഷം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹോട്ടൽ പണിതു. ഇതെല്ലാം ഒരു ഇഷ്ടങ്ങൾ കൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ടൂറിസത്തോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. അതിനിടയിലാണ് എനിക്ക് ആറന്മുള പള്ളിയോടം കിട്ടി. ആറന്മുള പള്ളിയോടം അതാണിപ്പോൾ നമ്മളവിടെ വരുന്ന വഴി കണ്ടത്. അപ്പോൾ അത് എനിക്ക് തോന്നിയത് കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക്, അല്ല ഞാൻ പോലും ഒരിക്കലും ഒരു പള്ളിയോടോ ഒരു സ്നേക്ക് ബോട്ടോ അടുത്ത് കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒന്നില്ലെങ്കിൽ കഥകളി അല്ലെങ്കിൽ ചുണ്ടൻ വള്ളത്തിനെ കുറിച്ചാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചുണ്ടൻ വെള്ളം കിട്ടുകയും ആ വെള്ളം ഞാൻ എൻ്റെ കടയിൽ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ അത് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു. ആ വള്ളം വന്നതിന് ശേഷമാണ് ഞങ്ങളെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ലോകം അറിയാൻ തുടങ്ങിയത്. മാത്രമല്ല അത് ടൂറിസത്തിന് വേണ്ടി എൻ്റെ ഒരു സംഭാവനയായിരുന്നു. പലരും അത് വിലയ്ക്ക് ചോദിച്ചിട്ട് ഞാനത് കൊടുത്തില്ല. ഇന്ന് ഇവിടെ കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ 90% ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടി ഇപ്പോൾ 90% ഞങ്ങളുടെ സ്ഥാപനത്തിൽ കയറുകയും ആ ബോട്ടിനെ വന്ന് കാണുകയും ആ ബോട്ട് വേൾഡ് ഫേമസ് ആകുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പഴയ ബോട്ടാണ്. 130 വർഷം പഴക്കമുണ്ട് ആ ഒരു ബോട്ട്. അപ്പോൾ അത് ടൂറിസത്തിന് എനിക്ക് തോന്നി, ഞാനൊരു ഗൈഡായ എനിക്ക് ടൂറിസത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന നൽകുക, അതാണ് എൻ്റെ സംഭാവന. പിന്നെ അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങി. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണത്. അതായത് ഹോട്ടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ആ ഹോട്ടൽ ഓരോ റൂമും ഇപ്പോൾ 8 റൂമാണ് റെഡി ആയിട്ടുള്ളത്. 10 റൂമാണ് എൻ്റെ പക്ഷേ 8 റൂം റെഡി ആയിട്ടുണ്ട്. ആ 8 റൂമും 8 തീമിലാണ് ഞാൻ ചെയ്തത്. അത് ഞങ്ങളിപ്പോൾ കയറിയപ്പോൾ കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ബാത്റൂമിൽ അത്രയും ഗോൾഡ് വെച്ചിട്ട് സാർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒന്നും കാൽക്കുലേറ്റഡ് അല്ല. ഓരോന്ന് ചെയ്തു വന്നപ്പോൾ എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നി. ഓരോ റൂമും ഓരോ ബാത്റൂമും വ്യത്യസ്തമാണ്. ഓരോ ബാത്റൂമിലെയും ഫിറ്റിങ്സ് വ്യത്യസ്തമാണ്. ഓരോ റൂമിലെയും ബെഡ് വ്യത്യാസമാണ്. ഓരോ റൂമിലെയും ഡോറ് വ്യത്യാസമാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ഞാനത് ചെയ്തു. പക്ഷേ അതിലും എൻ്റെ ബിസിനസ് കണ്ണുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നെ വളരെ ചോദിച്ചു, ഇത്ര ബുദ്ധിപരമല്ലാണ്ട് നിങ്ങൾ എന്തിനാ ഇത്രയും കാശ് മുടക്കി ഈ ഹോട്ടൽ ഇങ്ങനെ സ്ഥാപിക്കുന്നത്? കാരണം ഇത്രയും 8 റൂം കൊണ്ട് നിങ്ങൾക്ക് ഇതൊരിക്കലും വയബിൾ ആകില്ല, അല്ലെങ്കിൽ ഇത്രയും കാശ് മുടക്കി ആ കാശ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നു? അത് പുറത്തുനിന്നും ഫാമിലിയിൽ നിന്നും എല്ലാവരിൽ നിന്നും ആ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ചിന്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ആ ഹോട്ടൽ ഇന്ന് ജൂ ടൗണിൻ്റെ ഒരു കിരീടമാണത്. ഈ ജൂ ടൗണിൽ വരുന്ന ആരും എവിടെ നിന്നൊക്കെ വന്നാലും താമസിക്കാൻ അല്ലെങ്കിൽ അത് കാണാനായിട്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ഹോട്ടൽ പണിതപ്പോൾ ബിസിനസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് കിട്ടുമെന്ന് ആദ്യമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ താമസിക്കാൻ വരുന്നവർ, ഞങ്ങളുടെ ആ സ്ഥാപനത്തിൽ ആ ഹോട്ടൽ റൂമിലുള്ള മുഴുവനും സെയിലാണ്. എൻ്റെ ആക്ച്വലി ഈ ഹോട്ടൽ റൂംസ് എൻ്റെ ഒരു ഷോറൂമും കൂടിയാണ്. ഓരോ കൺസെപ്റ്റ് ഓരോ റൂമും എൻ്റെ ഓരോ ഷോറൂമുകളാണ്. അത് സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരു ആൻറ്റിക് ഷോപ്പിൽ ചെന്നാൽ അവരുടെ ഷോപ്പുകളിൽ പല വസ്തുക്കളും നിരത്തി വെച്ചിട്ടുണ്ടാകും. താങ്കളുടെ ഈ ഹോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും സാറിൻ്റെ ഷോറൂം, അതായത് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്കത് എൻ്റെ ഹോട്ടലിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടിയില്ല എങ്കിൽ പോലും അവിടെ താമസിക്കാൻ വരുന്നവർ അതിൽ നിന്ന് അവർ കിടക്കുന്ന ബെഡോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാഷ് ബേസിനോ അല്ലെങ്കിൽ അവർ എൻ്റർ ചെയ്യുന്ന ഡോറോ അത് ഏതെങ്കിലും അവർ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ലാഭം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതാണ് എൻ്റെ കൺസെപ്റ്റ്. നിങ്ങളൊരു റൂം പരിചയപ്പെടുത്താം. ഈ റൂമൊന്ന് കണ്ടു നോക്കുക. എന്നെ ഇതിന് റൂമിനേക്കാളും കൂടുതൽ അതിശയിപ്പിച്ചത് ഈ റൂമിലെ ബാത്റൂമാണ്. നോക്കുക, നിങ്ങൾ നേരെ കാണുന്ന ആ ഒരു വാള് 35 പവൻ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതിലതിശയിപ്പിക്കുന്നൊരു കാര്യം, ഇവിടുത്തെ
വാഷ് ബേസിൻ. 5 പവൻ്റെ ഗോൾഡാണ് ഇതിൽ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മറ്റൊന്നും കൂടിയുണ്ട്. ഇനി ഇതിലും വലിയൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലോസറ്റ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 5 പവനിലാണ്. ആകെ മൊത്തം കൂട്ടി നോക്കിയാൽ 45 പവൻ മാത്രം ഗോൾഡ് കൊണ്ടാണ് ഈ ഒരു ഹോട്ടലിലെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബാത്റൂം ഞാൻ കാണുന്നത്. റൂമുകളാണെങ്കിലും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. മൊത്തം 1000 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഹോട്ടലിലെ റൂം. ഓരോന്നും ആൻറ്റിക് പീസുകളാണ്. ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും ആ സാധനം നിങ്ങൾക്ക് ഊരിത്തരും. അതായത് എല്ലാം സെയിലിന് വെച്ചിരിക്കുന്നതാണ്. എന്ത് സാധനം, ഈ മിറർ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇത് തരും. ഈ മുകളിലുള്ള റൂഫ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് തരും. ഇതിൻ്റെ അപ്പുറത്ത് റൂഫ് ഉണ്ടായിരുന്നതാണ്, അത് സെയിലായപ്പോൾ അവിടെ പ്ലാസ്റ്റർ ചെയ്തു ഇങ്ങനെ സീലിംഗ് ആക്കി. ഈ ലൈറ്റ്, ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഈ ലൈറ്റ് ഇതിനു മുമ്പത്തെ ലൈറ്റ് കഴിഞ്ഞ ആഴ്ച സെയിലായി, അതുകൊണ്ട് പുതുതായിട്ട് ഇപ്പോൾ ഈ ലൈറ്റ് ഇപ്പോൾ ഫിറ്റ് ചെയ്തതാണ്. അങ്ങനെ ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് എന്ത് കാണുന്നോ അതെല്ലാം നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. ഫോറിൻ ബിസിനസ് പണ്ട് ഞങ്ങളുടെ ആൻറ്റിക് ബിസിനസ്സിൻ്റെ 90% എക്സ്പോർട്ടായിരുന്നു. ഇപ്പോൾ അതൊരു 40% ആയി. അപ്പോൾ 60% ഇന്ത്യൻ ബിസിനസ്സാണ്. അതാണ് ഞങ്ങൾക്കും ഇഷ്ടം. കാരണം ഇപ്പോൾ ആൻറ്റിക്സിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അയച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്ത്യൻ ബിസിനസ്സാണ് ഇപ്പോൾ എന്തുകൊണ്ടും അഭികാമ്യം. അപ്പോൾ അവിടെ താമസിക്കുന്നവർ അതെടുത്തു കഴിയാൻ നേരത്ത് നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ആൻറ്റിക് ഇതേപോലത്തെ ഒരു ഷോറൂം ഇതേപോലത്തെ വേറെ എങ്ങും ഇല്ല. സൗത്ത് ഇന്ത്യയിൽ എങ്ങും തന്നെ ഇല്ല. ഇത്രയും വലിയ എലാബറേറ്റിൽ ഇത്രയും വലുത് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഷോപ്പിൽ ചെന്നാലും അതൊരു ഷോപ്പാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതൊരു ഷോപ്പായിട്ട് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ആൾ ചോദിക്കുന്നത് ഒരു മ്യൂസിയം ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേര് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ഇപ്പോൾ ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ എന്ന് തന്നെയാണ് അതിനിട്ടിരിക്കുന്നത്. പക്ഷേ ഹെറിറ്റേജ് ആർട്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഷോപ്പ് റൂം അത് അവിടെ കയറുമ്പോഴും ആൾ ചോദിക്കുന്നത് ഇതൊരു മ്യൂസിയമാണോ ഷോപ്പാണോ എന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് എല്ലാം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഏതൊരു സൈഡ് നോക്കിയാൽ അല്ലെങ്കിൽ ഏതൊരു ഫ്രെയിം എടുത്താലും അത് വ്യത്യസ്തമാണ് ഞങ്ങളുടെ ഈ സ്ഥലത്ത്. ശരിക്കും മലയാളികൾക്ക് അല്ലെങ്കിൽ കൊച്ചിക്കാർക്കൊക്കെ അഹങ്കാരത്തോട് പറയാം, ഇത്രയും ആൻറ്റിക് കളക്ഷനുള്ള ഒരു ഷോപ്പ് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാം, അല്ലേ? സൗത്ത് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ രാജസ്ഥാൻ അവിടെയൊക്കെ കുറേ ഇതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കേരളത്തിൽ അല്ല സൗത്ത് ഇന്ത്യയിൽ ഇതുപോലത്തെ ഇത്രയ്ക്ക് എലാബറായിട്ടുള്ള ഒരു ഷോറൂം ഇല്ല. ഇതൊക്കെ കൂടുതൽ എവിടെ നിന്നാണ് സാർ കളക്ട് ചെയ്യുന്നത്? നമ്മൾ തുടക്കത്തിൽ നമ്മൾ കേരളത്തിലെ ആയിരുന്നു. പക്ഷേ കേരളം നിങ്ങൾക്കറിയാലോ വളരെ ചെറിയ ഇവിടെ ഇൻ്റലക്ച്വൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ വലിയ അങ്ങനെയുള്ള ഇതൊന്നും അപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ കേരളത്തിൽ. പിന്നെ ഞങ്ങൾ പോയത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ചെട്ടിനാട് ഭാഗത്ത് അവിടെയൊക്കെ. പക്ഷേ ഇപ്പോൾ അവിടെയും സാധനങ്ങൾ വളരെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും സൗത്ത് ഇന്ത്യൻ പീസുകളാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നതും. കാരണം നമ്മുടെ ഷോപ്പ് അന്വേഷിച്ച് വരുന്നത് കേരളവും അല്ലെ സൗത്ത് ഇന്ത്യയിലെ സാധനങ്ങൾ അന്വേഷിച്ചാണ് വരുന്നത്. ഒരുപക്ഷെ ടൂർ ഗൈഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കുറച്ച് അതിന് പ്രയോജനം ചെയ്തിട്ടുണ്ടാവും, അല്ലേ? കാരണം പല സ്ഥലങ്ങളും കറങ്ങി അത് തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ വളരെ കുറവേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പിന്നീട് എൻ്റെ സ്ഥാപനം പെട്ടെന്ന് ഫേമസ് ആകുകയും ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു. നല്ല നല്ല സാധനങ്ങൾ വരുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്തു. അത് അങ്ങനെ ഒരു ഗുണം കിട്ടി. അത് ഇന്നും ഇവിടെ കൊച്ചിയിൽ വരുന്ന നല്ല സാധനങ്ങളിൽ ഭൂരിഭാഗം നമ്മുടെ അടുത്തേക്കാണ് ആദ്യം ആളുകൾ കൊണ്ടുവരുന്നത്, വേണമെന്നും ചോദിച്ചിട്ട്.
ഇവിടെ ഇപ്പോൾ ഈ റിസോർട്ട് ഷൂട്ടിങ്ങുകളും പലതും നടന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കൂടുതലും ഫിലിമിൻ്റെ ഷൂട്ടിങ്ങുകളാണോ അതോ എന്താ? അതായത് ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങിന് ആൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തുടക്കത്തിൽ ഒരു പ്രാവശ്യം ഇവർ എന്നുള്ള ഫിലിമിന് കൊടുത്തു. പിന്നെ ഇപ്പോൾ സൂര്യയുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, പിന്നെ മേരാ നാം ഷാജി, പിന്നെ ഒരുപാട് ഹിന്ദി ഫിലിംസ് ഒക്കെ വന്നു. സൂര്യയുടെ എൻ ജി കെ അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഷൂട്ടിങ്ങിന് കൊടുത്ത സ്ഥലം ഒരുപാട് അവർ ബുദ്ധിമുട്ടുണ്ടാക്കി കളയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പതിയെ സ്റ്റോപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ ഒരുപാട് ആൽബങ്ങൾ വരുന്നുണ്ട്. ഈ മറ്റേ പലരും വന്ന് പല അഡ്വർടൈസ്മെന്റ് ജ്വല്ലറിയുടെ ഉണ്ടായി, പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഇവര് എൻ്റെ മക്കളാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ്സിലുണ്ട്. ഇത് വിഷ്ണു, അത് ലക്ഷ്മി. ഇവർ രണ്ടുപേരും ഇപ്പൊ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ബിസിനസ് പോലെ ആക്കുന്നതാണ്. മൂന്നുപേർക്കും കൂടി രാവിലെ അല്ലേ? വിഷ്ണു അപ്പം ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര ആളായി? ഒരു 8 years ആയി. 8 years ആയി. 8 to 9 years ആയി. 8 to 9 years ആയി രണ്ടുപേരും. ഓക്കെ. എങ്ങനെയുണ്ട് ഈ ഒരു ഫാദറിൻ്റെ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ ഒരു വലിയ വലിയ പേരിട്ട് വലിയ വലിയ വീടുകളും അല്ലെങ്കിൽ വലിയ വലിയ ക്ലയൻസും അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അതെ. അപ്പോൾ അവരായിട്ടുള്ള ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഒരു ഫ്രണ്ട്സും ഉണ്ട് നമുക്കിപ്പോൾ. അത് വലിയൊരു കണക്ഷനാണ്, നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഈ ബിസിനസ് സാധനം കിട്ടിയ നെറ്റ്വർക്കാണ്. അങ്ങനെ ഇന്ത്യയിൽ ആൻറ്റിക്സിനെ കുറിച്ച് ആൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകം നമ്മുടെ സ്ഥാപനത്തിനൊരു സ്ഥാനമുണ്ട്. ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന്, കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിക് സാധനങ്ങളുള്ളത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഇവിടെ ഒരു കേരള ഹൗസ് ഉണ്ട്. ഇത് മാൽദീവ്സിലെ റിസോർട്ടുകളിൽ പലതും ഈ കേരള ഹൗസ് അങ്ങനെ തന്നെ കൊണ്ടുപോയി സ്ഥാപിച്ചു എന്നുള്ളതാണ്. അല്ല അങ്ങനെ അദ്ദേഹം ഒരു കോഫി കുടിക്കാൻ ഒരു ദിവസം ഇതിലേക്ക് കൂടി വന്നതാണ്. അങ്ങനെ വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മാനേജറായിട്ട് പരിചയപ്പെട്ടു. പുള്ളി അങ്ങനെ അവരുടെ ഒരു ഐലൻഡ് ഉണ്ട്, ഗംഗേലി എന്ന് പറയുന്ന ഐലൻഡ്. അവിടെ ഒരു 8-10 ഹൗസുകൾ, കേരള ഹൗസുകൾ ഞങ്ങൾ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. നമ്മളുടെ കടൽ കടന്നും ജിഞ്ചറിൻ്റെ പ്രൊഡക്റ്റുകൾ പുറത്തേക്കും പോകുന്നുണ്ട്. ഹെറിറ്റേജ് ആർട്സ് ഹോട്ടലിൻ്റെ പേരാണ് ജിഞ്ചർ എന്നുള്ളത്. അത് ഓൾഡ് ജിഞ്ചർ വെയർ ഹൗസ് ആയിരുന്നു, അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. ഏതായാലും ഈ ഒരു ഫാമിലിയെ നമ്മളിപ്പോൾ കണ്ടു. ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഫാമിലി ആയിട്ടാണ് കടന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ഈ കൊച്ചിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹോട്ടൽ റൂമുകൾ കണ്ടു, അതേപോലെ തന്നെ ഇവരുടെ ഓരോരോ പ്രൊഡക്ട്സുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സർ. താങ്ക് യു.